ഇടുക്കി വണ്ടിപ്പെരിയാർ അരണക്കല്ലിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു പശു ചത്തു, മറ്റൊരു പശുവിനെ ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തിന് സമീപം കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾക്ക്, നാട്ടുകാർക്കെല്ലാം വലിയ ഭയമുണ്ടാവും. അപ്പോൾ വനം വകുപ്പിന്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇനി എന്താണ് ചെയ്യാനാവുക രാഹുൽ? ഷിഹാസ്, ഈ വണ്ടിപ്പെരിയാറിലെ ഈ പ്രദേശത്ത് കഴിഞ്ഞ 2 മാസമായി വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടെന്ന് ആളുകൾ പറയുകയും പലതവണ ആളുകൾ കടുവയും പുലിയും കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇതുവരെയും കൂടുകൾ സ്ഥാപിച്ചിട്ട് കടുവ കൂട്ടിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ വന്യജീവി ആക്രമണം ഉണ്ടായതിന്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്താണ് കഴിഞ്ഞ ദിവസം കടുവയ്ക്ക് വേണ്ടി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ മൂന്നാറിൽ നിന്നും പിടികൂടി തുറന്നുവിട്ട കടുവ ഇതേ പ്രദേശത്ത് തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ഇപ്പോഴും പറയുകയും ചെയ്യുന്നത്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഈ കടുവയെ കാണുകയും ചെയ്തതാണ്. അതേ കടുവ തന്നെയാണ് ഇന്ന് രാവിലെ ഈ പശുവിനെ ആക്രമിച്ച് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നാട്ടുകാർ ഉള്ളത് താനും. അതുകൊണ്ട് വനംവകുപ്പ് വീണ്ടും ഈ പ്രദേശത്ത് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ കൂടും ക്യാമറകളൊക്കെ ആ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും കടുവ കുടുങ്ങിയിട്ടില്ല. അതേസമയം ഈ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ഒരു പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പശുവിന് ഈ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിഹാസ് സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. അതേസമയം ഈ കടുവയെ അല്ലെങ്കിൽ എന്താണ് ഈ പ്രദേശത്ത് ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗം എന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. കൂടും ക്യാമറയും സ്ഥാപിച്ചത് കൂടാതെ ഡ്രോണിന്റെ സഹായത്തോടെയും ഇത് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.